Hello dear students. ഇപ്പോൾ നമ്മൾ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനിലേക്കാണ് പോവുക. അപ്പോൾ ക്വസ്റ്റ്യനൊക്കെ കമ്പാരിറ്റീവ്ലി സിമ്പിളായിരുന്നു. നിങ്ങൾ നന്നായിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ +2, +1 പഠിച്ച സിമ്പിളായിട്ടുള്ള പോർഷൻസൊക്കെ നമുക്ക് ഡയറക്റ്റ് പഠിച്ചാൽ നല്ല റിസൾട്ട് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. How far should an object be held from a concave mirror of focal length 40 cm so as to obtain a real image twice the size of the object? അപ്പോൾ നമുക്കൊരു കോൺകേവ് മിററാണ് ശ്രദ്ധിക്കുക. കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് 40 cm. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒപ്റ്റിക്സിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സൈൻ കൺവെൻഷൻസ് കൊടുത്തിട്ടൊക്കെ നമ്മൾ ഇക്വേഷൻസ് യൂസ് ചെയ്യാവുള്ളത് നമുക്കറിയാം. ഫോർ എ കോൺകേവ് മിറർ ഫോക്കൽ ലെങ്ത് ഈസ് നെഗറ്റീവ് സോ എഫ് ഈസ് ഈക്വൽ ടു -40 cm. ഇറ്റ് ഫോംസ് എ റിയൽ ഇമേജ് വിച്ച് ഈസ് ട്വൈസ് ദി സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്. അപ്പോൾ പ്രത്യേകത എന്തുവാ? ഇമേജിൻ്റെ സൈസ് ട്വൈസ് ദി സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്, റിയൽ ഇമേജ് ആണ്. റിയൽ ഇമേജസ് ആണെങ്കിൽ ഇൻവേർട്ടഡ് ഇമേജസ് ആണ്. ഇൻവേർട്ടഡ് ഇമേജുകൾക്ക് മാഗ്നിഫിക്കേഷൻ നെഗറ്റീവാണ്, ശരിയല്ലേ? അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാഗ്നിഫിക്കേഷൻ m ഈസ് ഈക്വൽ ടു -2 എന്ന് എടുക്കണം. റിയൽ ഇമേജ് ആണ്, അത് ഇൻവേർട്ടഡ് ആണ്. ഇൻവേർട്ടഡ് ഇമേജുകൾക്ക് മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണ്. അപ്പോൾ എം ഉണ്ട്, എഫ് ഉണ്ട്, കണ്ടുപിടിക്കേണ്ടതാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ സിമ്പിളാണ്. വി ഹാവ് ഇക്വേഷൻ മാഗ്നിഫിക്കേഷൻ m ഈസ് ഈക്വൽ ടു f/f-u. എമ്മിന് പകരം -2 കൊടുക്കുക, ഫോക്കൽ ലെങ്ത് -40 കൊടുക്കണം. യു നമുക്ക് അറിയത്തില്ല, അപ്പോൾ അതിന് സൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് -2 -40 പോയിട്ട് ഇവിടെ 20 വരും. അപ്പോൾ -40 - u ഈസ് ഈക്വൽ ടു 20 എന്ന് കിട്ടും. ദർഫോർ യു ഈസിന് -40 -20 -60 cm. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി മിറർ നെഗറ്റീവ് ആണ് നമുക്കറിയാൻ വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി. അപ്പോൾ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ 4 ആയിരിക്കും, 60 cm. ശരിയല്ല? അപ്പോൾ ആൻസർ 4 വരും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2 lenses power +12 and -2 diopters are placed in contact. What will be the focal length of the combination? അപ്പോൾ സിമ്പിൾ അല്ലേ? കുറേ ലെൻസുകൾ കോണ്ടാക്റ്റിൽ വെച്ചാൽ പവർ കോമ്പിനേഷൻ്റെ കാണാൻ എല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്കറിയാം. പവർ ഓഫ് ദി കോമ്പിനേഷൻ P is equal to P1 + P2. P1 +12 ആണ്, P2 -2 ആണ്. ദാറ്റ് ഈസ് 10 diopter വരും. അപ്പോൾ ഫോക്കൽ ലെങ്ത് ഇൻ സെൻറ്റിമീറ്ററിലാണ് ആൻസർ. അപ്പോൾ ഫോക്കൽ ലെങ്ത് സെൻറ്റിമീറ്ററിലാകുമ്പോൾ 100/P എടുത്താൽ മതി. 100/10 10 cm വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ് വരുന്നത്, 10 cm. അപ്പോൾ അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എഫക്റ്റീവ് പവർ കണ്ടുപിടിക്കുക. ഫോക്കൽ ലെങ്ത് സെൻറ്റിമീറ്ററിലാണെങ്കിൽ 100/P ഡയോപ്റ്റർ എടുത്താൽ മതി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ. ദി മാഗ്നിഫിക്കേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഒബ്ജക്റ്റീവ് ലെൻസ് and eye lens of a compound microscope are 25 and 6 respectively. The magnifying power of the microscope is. അപ്പോൾ നമുക്കറിയാം, 2 ലെൻസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നിഫിക്കേഷൻസ് ഉണ്ട്. കമ്പൈൻഡ് ടോട്ടൽ മാഗ്നിഫിക്കേഷൻ കാണാൻ അവിടെ പ്രോഡക്റ്റ് എടുത്താൽ പോരെ. അപ്പോൾ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ m ഈസ് ഈക്വൽ ടു m1 × m2 വരും. m1 നമുക്ക് 25 ആണ്, m2 6 ആണ്. അപ്പോൾ ആൻസർ എത്രയാണ് വരുന്നത്? 150 അല്ലേ വരുന്നത്? അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 വരും, 150 ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ. ക്രോമാറ്റിക് അബറേഷൻ ഇൻ ദി ഫോർമേഷൻ ഓഫ് ഇമേജ് ബൈ എ ലെൻസ് എറൈസസ് ബിക്കോസ്. ക്രോമാറ്റിക് അബറേഷൻ നമുക്കറിയാവുന്നതാണ്. വെൻ ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ലൈറ്റ് പാസസ് ത്രൂ എ ലെൻസ്, different colors are focused at a different points of the different points. Therefore image colored ആയിട്ട് കാണാം. If white object is observed through a lens, it appears to be colored due to chromatic aberration. അതിന് കാരണം different colors have different focal lengths because different colors of light has different refract indexes. We have equation of refract index of a medium n is equal to a + b/λ². If lambda is the wavelength of light, then refract index of the medium corresponding to wavelength lambda is n is equal to a + b/λ². Different colors have different frequencies and wavelengths. Therefore, refract indices are different. So, focal length of the lenses are also different. Lens is also different. That is why chromatic aberration. നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോൺ പാരലൽ റേസ് തെറ്റാണ്. നോൺ പാരാക്സൽ റേസ് അത് സ്പെറിക്കൽ അബറേഷനാണ്. സ്പെറിക്കൽ അബറേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാരാക്സൽ റേസ് അല്ലാത്ത മാർജിനൽ റേസ് പല പോയിന്റിൽ ഫോക്കസ് ചെയ്യുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റേഡിയോ ഓഫ് കർവേച്ചർ ഓഫ് ദി ടു സർഫേസസ് ആർ നോട്ട് സെയിം തെറ്റാണ്. ഓഫ് ദി ഡിഫക്റ്റ് ഇൻ ഗ്രൈൻഡിങ് തെറ്റാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ആൻസർ അറിയാം. ദി ഫോക്കൽ ലെങ്ത് വേരീസ് വിത്ത് വേവ് ലെങ്ത്. അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു, വേവ് ലെങ്ത് മാറുമ്പോൾ റിഫ്രാക്ട് ഇൻഡെക്സ് മാറും. ലെൻസ് മേക്കേഴ്സ് ഫോർമുലയിൽ റിഫ്രാക്ട് ഇൻഡെക്സ് മാറുന്ന സമയത്ത് ഫോക്കൽ ലെങ്ത് മാറും. അപ്പോൾ അതാണ് ക്രോമാറ്റിക് അബറേഷൻ്റെ കാരണം. അപ്പോൾ ആൻസർ 4 ആണ് വരുന്നത്. Next, light travels through a glass plate of thickness d and having a refract index mu. If
c is the velocity of light in vacuum, the time taken by the light to travel this thickness of the glass slab. ഈ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. നമ്മൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ലൈറ്റ് തിക്നെസ് ടി ആണ്. അപ്പോൾ ടൈം കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ടൈം ക്യാപിറ്റൽ ടി എന്നെടുക്കാം, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എടുത്താൽ മതി. ഡിസ്റ്റൻസ് ടി ആണ്, വെലോസിറ്റി വി ആണ്, അപ്പോൾ ടി ബൈ വി വരും. വിക്ക് പകരം എന്ത് കൊടുത്താൽ മതി, സി ബൈ മ്യൂ കൊടുത്താൽ മതി. റിഫ്രാക്റ്റ് ഇൻഡെക്സ് ബി ഈസ് ഈക്വൽ ടു സി ബൈ മി, അപ്പോൾ മ്യൂ ഇൻറ്റു ടി ബൈ സി വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ് വരുന്നത്. അപ്പോൾ അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകിച്ച് മനസ്സിലാക്കാനൊന്നുമില്ല. അപ്പോൾ അടുത്തത് 6th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 30 സെൻറ്റിമീറ്റർ ഇൻ കോൺടാക്ട് വിത്ത് എ കോൺകേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് നോക്കിയേ, ഫോക്കൽ ലെങ്ത് ഓഫ് കോൺവെക്സ് ലെൻസ് 30 സെൻറ്റിമീറ്റർ. അപ്പോൾ അത് F1 എന്ന് വിചാരിച്ചാൽ പ്ലസ് 30 സെൻറ്റിമീറ്റർ ആണ്. Another lens is concave. For a concave lens in air, focal length is negative. So F2 is equal to minus 20 centimeter. When they are placed in contact, effective focal length is 1 by F is equal to 1 by F1 plus 1 by F2. That is simply 1 by 30 minus 1 by 20. നമ്മളുടെ സൈൻ കൺവെൻഷൻ ശ്രദ്ധിക്കണം, അത് മാത്രമേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളൂ. അപ്പോൾ F is equal to 30 into 20 വരും, divided by 20 minus 30 minus 10 വരും. So F is equal to minus 60 centimeter. Focal length is negative, which shows that it is a diverging lens or it is equivalent to a concave lens. So focal length is 60 centimeter and the lens is diverging. That is why focal length is negative. So answer is option 2. We can go to the next question, 7th question. An endoscope is employed by a physician to view the internal parts of a body organ. It is based on the principle of. നമുക്കറിയാം, എൻഡോസ്കോപ്പിൽ ഒരു ട്യൂബ് നമ്മുടെ സ്റ്റൊമക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ എൻഡിൽ ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ വേവ് കാണും. ആ ലൈറ്റ് ഇൻറ്റേർണൽ ഓർഗൻസിൽ നിന്ന് റിഫ്ലക്ഷന് ശേഷം ട്യൂബിൽ കൂടെ തിരിച്ചു വരുന്നു. അപ്പോൾ ആ ട്യൂബിൽ കൂടെ തിരിച്ചു വരുമ്പോൾ അവിടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടന്നിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾ എല്ലാവർക്കും അറിയാവുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ നമ്മളിവിടെ ലൈറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എൻഡോസ്കോപ്പിൽ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 വരും, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. 8th question, a plain glass slab is placed over various colored letters. The letter which appears to be least raised is. അത് നമുക്കറിയാം, ഒരു ഹൊറിസോണ്ടൽ സർഫസ് എടുത്തു. അപ്പോൾ അതിലൊരു ഗ്ലാസ് പ്ലേറ്റ് പ്ലേസ് ചെയ്തെന്ന് വിചാരിക്കാം. ഗ്ലാസ് പ്ലേറ്റ് പ്ലേസ് ചെയ്തു. അപ്പോൾ ആ ഗ്ലാസ് പ്ലേറ്റിന് താഴെ കുറേ കളേർഡ് ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ കളേർഡ് ലെറ്റേഴ്സ് എവിടെ കാണുമെന്നാണ് ചോദ്യം. പിന്നെ കുറേ കളേർഡ് ലെറ്റേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം, തിക്നെസ് ഓഫ് ദി ഗ്ലാസ് സ്ലാബ് ടി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ആണെങ്കിൽ അപ്പാരൻ്റ് ഡെപ്ത് എന്ന് പറയുന്നത് നമുക്കറിയാം ആക്ച്വൽ തിക്നെസ് ടി ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ആണ്. അപ്പാരൻ്റ് ഡെപ്ത് ഈസ് ഈക്വൽ ടു ടി ബൈ മ്യൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, വയലറ്റ് തൊട്ട് റെഡ് വരെയുള്ള കളേഴ്സ് എടുക്കുവാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വയലറ്റ് മാക്സിമം, റെഡ് മിനിമം. അപ്പം മ്യൂ വി ഗ്രേറ്റർ ദാൻ മ്യൂ ആണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്നൊരു അപ്പാരൻ്റ് ഡെപ്ത് കുറയുമല്ലോ. അപ്പോൾ അപ്പാരൻ്റ് ഡെപ്ത് ഓഫ് വയലറ്റ് ഈസ് ലെസ് ദാൻ അപ്പാരൻ്റ് ഡെപ്ത് ഓഫ് റെഡ് വരും. അപ്പോൾ വയലറ്റിൽ നിന്ന് റെഡിലേക്ക് പോകും തോറും അപ്പാരൻ്റ് ഡെപ്ത് കൂടും. അപ്പാരൻ്റ് ഡെപ്ത് നമുക്കറിയാലോ. അപ്പോൾ നമ്മളിതിനെ ഇവിടെ കാണുവാണെങ്കിൽ ഇവിടുന്ന് ടോപ്പ് സർഫസിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് അപ്പാരൻ്റ് ഡെപ്ത് ഓഫ് റെഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊരു റെഡ് എന്ന് YR എന്ന് എടുക്കാം. നമുക്കറിയാം, യെല്ലോ കളറൊക്കെ ആണെങ്കിൽ യെല്ലോ കളറിനെ നമ്മൾ എവിടെ കാണുമോ അവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ അതിൻ്റെ അപ്പാരൻ്റ് ഡെപ്ത്. അപ്പോൾ നോക്കിയാൽ അപ്പാരൻ്റ് ഡെപ്ത് ഏറ്റവും കൂടുതൽ ആർക്കാ, റെഡിനാണ്. അപ്പാരൻ്റ് ഡെപ്ത് കൂടുന്നതോറും ഷിഫ്റ്റ് കുറയും. അപ്പോൾ നമുക്ക് ലീസ്റ്റ് റൈസ്ഡ് കളറാണ് ചോദ്യം. ഇതാണ് ഷിഫ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പാരൻ്റ് ഡെപ്ത് കൂടുന്തോറും ഷിഫ്റ്റ് കുറയും. ഷിഫ്റ്റ് കുറയുന്ന ആളാണ് ഏറ്റവും കുറഞ്ഞ മുകളിലേക്ക് റൈസ് ചെയ്ത് കാണപ്പെടുന്നത്. അതാരാ, റെഡ് അല്ലേ. അപ്പാരൻ്റ് ഡെപ്ത് ഓഫ് റെഡ് ഈസ് മാക്സിമം. ദെർഫോർ ഷിഫ്റ്റ് പ്രൊഡ്യൂസ്ഡ് ഈസ് മിനിമം ഫോർ ദി റെഡ് കളർ ഓഫ് ലൈറ്റ് ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ് വരുന്നത്, റെഡ് കളർ. മനസ്സിലായല്ലോ. അപ്പോൾ അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അപ്പാരൻ്റ് ഡെപ്ത് ഷിഫ്റ്റിൻ്റെ ഒക്കെ ഇക്വേഷൻ ഓർത്തിരിക്കണം. ഷിഫ്റ്റ് ടി മൈനസ് ടി ബൈ മ്യൂ വരും. അത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് 9th ക്വസ്റ്റിലേക്ക് പോകാം. ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ലൈറ്റ് പാസിംഗ് ഫ്രം ഗ്ലാസ് ടു എയർ ഈസ് ലീസ്റ്റ് 4. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിന് സിമിലർ ആണ്. ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ ഇക്വേഷൻ സൈൻ സി ഈസ് ഈക്വൽ ടു 1/n എന്ന്. n റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു, ഒരു മീഡിയത്തിൽ കൂടെ ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വയലറ്റ് ഈസ് മാക്സിമം ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റെഡ് ഈസ് മിനിമം. സോ NV ഗ്രേറ്റർ ദാൻ NR. Therefore, when n increases, sin C decreases. Therefore, critical angle also decreases.
So critical angle is minimum for violet and maximum for red. Refractive index is maximum for red violet ആണ്. So when n increases, sin C and C decreases. Therefore refractive index maximum ഉള്ള ആൾക്കാരിക്കും ഈ ക്രിട്ടിക്കൽ ആംഗിൾ മിനിമം വരുന്നത് അതാർക്കാണ്? അത് വയലറ്റിനാണ്. അപ്പോൾ റെഡ്, ഗ്രീൻ, യെല്ലോ, വയലറ്റ് ആണ് നമുക്ക് ആൻസർ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന പോസിബിലിറ്റി എന്ന് പറയുന്നത് ഏതാ? വയലറ്റ് ആണ്. അപ്പോൾ വയലറ്റിനാണ് നമുക്ക് ക്രിട്ടിക്കൽ ആംഗിൾ ഏറ്റവും മിനിമം വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 വരും. നമുക്ക് 10th ക്വസ്റ്റ്യനിലേക്ക് പോകാം. വൈറ്റ് ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് ഫ്രം അണ്ടർ വാട്ടർ ഓൺ ദി വാട്ടർ എയർ ഇൻ്റർഫേസ്. ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് slowly increased from 0. The emergent beam coming out into the air will turn from. അത് നമ്മൾ നേരത്തെ പറഞ്ഞതിന് സിമിലർ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ്. ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് ഫ്രം വാട്ടർ ടു എയർ. ദിസ് ഈസ് കൺസിഡർഡ് ടു ബി വാട്ടർ ആൻഡ് ദിസ് ഈസ് കൺസിഡർഡ് ടു ബി എയർ. White light is incident from the water. So if light is incident normal to the interface, there is no refraction, then white light completely passes to the air, therefore light appears to be white. ശരിയല്ലേ? ഇപ്പോൾ നമ്മൾ നോർമൽ ഇൻസിഡൻസ് ആണെങ്കിൽ there is no refraction, വരുന്ന ലൈറ്റ് അതേപോലെ തന്നെ പാസ് ചെയ്യും. ഇനി നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടുന്നെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ കൂട്ടുന്നു. Here light is traveling from denser to rarer medium. Therefore, if the angle of incidence is greater than critical angle, that is I is greater than C, the light has no refraction, it undergoes total internal reflection. അപ്പോൾ ഇവിടെ I increase ചെയ്യുന്ന സമയത്ത് there is a possibility of total internal reflection. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ക്രിട്ടിക്കൽ ആംഗിൾ പല കളേഴ്സിനും ഡിഫറെൻ്റ് ആണ്. Critical angle is minimum for violet and maximum for red. Therefore, if we increase this angle of incidence and if the angle of incidence I is greater than critical angle of violet CB, then the violet color undergoes total internal reflection, all other colors undergoes refraction. Because critical angle is minimum for violet, all other colors have critical angle greater than that of violet. Therefore, at a particular instant, angle of incidence just exceeds the critical angle of violet. Then violet undergoes total internal reflection, all other colors undergo refraction. Thereafter, if we are increasing angle of incidence, then indigo undergoes total internal reflection because critical angle increases from violet to red. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആദ്യം വയലറ്റ് ടോട്ടൽ ഇൻ്റേണൽ റിഫ്ലക്ഷൻ നടക്കും, പിന്നെ ഇൻഡിഗോ ടോട്ടൽ ഇൻ്റേണൽ റിഫ്ലക്ഷൻ നടക്കും. ക്രിട്ടിക്കൽ ആംഗിൾ ഈസ് മാക്സിമം ഫോർ റെഡ്, ദർഫോർ ഫൈനലി ലൈറ്റ് അണ്ടർഗോസ് ടോട്ടൽ ഇൻ്റേണൽ റിഫ്ലക്ഷൻ ഫോർ റെഡ് കളർ. അപ്പോൾ എന്നാ സംഭവിക്കുന്നത്? നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടുന്നതനുസരിച്ച് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ അവരെല്ലാം ടോട്ടൽ ഇൻ്റേണൽ റിഫ്ലക്ഷൻ നടന്നു പോകും, അടുത്ത മീഡിയത്തിലേക്ക് വരത്തില്ല. അവസാനം വരെ നമുക്ക് കാണാൻ പറ്റുന്ന ഏത് കളറാണ്? റെഡ് കളറാണ്. അപ്പോൾ വൈറ്റ് ആണ് ഇനിഷ്യലി വരുന്നത്, ഫൈനലി നമുക്ക് വരുന്ന റെഡ് ആണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വൈറ്റ് ടു വയലറ്റ് അല്ല, തെറ്റാണ്. വൈറ്റ് ടു റെഡ് നമുക്ക് എടുക്കാം. ആദ്യം വൈറ്റ് ആണ്, പിന്നെ അവിടെ നിന്ന് ഓരോ കളർ ടോട്ടൽ ഇന്നർ റിഫ്ലക്ഷൻ നടന്ന് റെഡ് കളറിലേക്കാണ് പോകുന്നത്. നമുക്ക് കാണാൻ പറ്റുന്നത് വൈറ്റ് ടു ബ്ലൂ, തെറ്റാണ്. അപ്പോൾ ആൻസർ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഓപ്ഷൻ 2 ആണ്. So 11th question, which of the following is correct regarding presbyopia? പ്രസ്ബയോപ്പിയ നമുക്കറിയാം ഓൾഡ് ഏജ് പീപ്പിളിലാണ് സാധാരണ കണ്ടുവരുന്നത്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്തുവാ? സിലിറി മസിൽസ് വീക്കാകുമ്പോൾ പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ ഇല്ലാതാവും. അപ്പോൾ നിയർ ബൈ ഒബ്ജക്ട്സിനെ ഫാർ ബൈ ഒബ്ജക്ട്സിനെ ഒന്നും കാണാൻ പറ്റാത്ത സിറ്റുവേഷൻ, അതാണ് പ്രസ്ബയോപ്പിയ. അപ്പോൾ ഇന്നെഫിഷ്യൻസി ഓഫ് അക്കോമഡേഷൻ, നമ്മൾ ഡിഫക്ട്സ് ഓഫ് ഐ, ഡിഫറെൻറ്റ് ഡിഫക്ട്സ് ഓഫ് ഐ, അതിൻ്റെ കറക്റ്റീവ് മെത്തേഡ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഓരോ ഡിഫക്ട്സിൻ്റെ ബേസിക്കലി ഉള്ള പ്രത്യേകത മനസ്സിലാക്കണം, അതിൻ്റെ കറക്റ്റീവ് മെത്തേഡ്സും റീസൺസും കൂടെ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കും കേട്ടോ. അപ്പോൾ പ്രസ്ബയോപ്പിയ നമുക്കറിയാം ഇന്നെഫിഷ്യൻസി ഓഫ് അക്കോമഡേഷൻ ആണ്. ഇമേജ് ഫോർമേഷൻ ബിഹൈൻഡ് ദ റെറ്റിന, ഇൻ ഫ്രണ്ട് ഓഫ് ദി റെറ്റിന ഒക്കെ നമുക്ക് മയോപ്പിയ ഹൈപ്പർ മെട്രോപ്പിയയിലെ വരുന്നതാണ് നമുക്കറിയാം. വയർമേ ഷീൻ ഇൻ വൺ ഡയറക്ഷൻ മേ അപ്പിയർ ഡിസ്ട്രോയിഡ്, അത് നമുക്കറിയാം അസ്റ്റിഗ്മാറ്റിസം, ഏതെങ്കിലും ഒരു ഡയറക്ഷനിലുള്ള ലൈൻസ് മാത്രം നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് അസ്റ്റിഗ്മാറ്റിസം ആണ് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ 1 ആണ്. 12th question, in case of diffraction pattern due to a single slit, angular width of the center maximum can be increased by. Angular width of the central maximum, നമ്മൾ ലീനിയർ വിഡ്ത്ത് ഓഫ് ദി സെൻട്രൽ മാക്സിമം നമുക്കറിയാം. ലീനിയർ വിഡ്ത്ത് ഒരു ഡെൽറ്റ എക്സ് എന്ന് വിചാരിച്ചാൽ 2 ലാംഡ ഡി ബൈ ഡി വരും. അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്, ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് സെപ്പറേഷൻ ബിറ്റ്വീൻ ദി സ്ലിറ്റ് ആൻഡ് ദി സ്ക്രീൻ, സ്മോൾ ഡി ഇസ് വിഡ്ത്ത് ഓഫ് ദി സ്ലിറ്റ് ആണ്. അപ്പോൾ നമുക്ക്
ആംഗുലർ വിഡ്ത്ത് എടുക്കുമ്പോൾ നമുക്കറിയാം ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ഡി വരും. അപ്പോൾ ആംഗുലർ വിഡ്ത്ത് 2 ലാംഡ ബൈ സ്മോൾ ഡി വരും. ആംഗുലർ വിഡ്ത്ത് ആണ് നമ്മളോട് ചോദ്യം, ലീനിയർ വിഡ്ത്ത് അല്ല, ശ്രദ്ധിച്ചോണം. അപ്പോൾ 2 ലാംഡ ബൈ ഡി ആണ് ആംഗുലർ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ കണ്ടീഷൻ എന്തുവാ? ലാംഡ കൂടിയാൽ ആംഗുലർ വിഡ്ത്ത് കൂടും, ഡിയുടെ വാല്യൂ കുറഞ്ഞാൽ ആംഗുലർ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യും. നമുക്ക് നോക്കാം. ഡിക്രീസിങ് ദി വേവ് ലെങ്ത്, നമുക്ക് മാക്സിമം സെൻട്രൽ മാക്സിമത്തിൻ്റെ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യണമെന്നാണ്. അപ്പം ഡിക്രീസിങ് വേവ് ലെങ്ത് തെറ്റാണ്, നമുക്കറിയാം. ഇൻക്രീസിങ് സ്ലിറ്റ് വിഡ്ത്ത് തെറ്റാണ്, ഡി കൂട്ടിയാൽ ആംഗുലർ വിഡ്ത്ത് കുറയും. ഇൻക്രീസിങ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ് ആൻഡ് സ്ക്രീൻ തെറ്റാണ്, കാരണം അതിൽ ആംഗുലർ വിഡ്ത്തിൽ ക്യാപിറ്റൽ ഡി ഇല്ല. പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏതാ? ഡിക്രീസിങ് ദ സ്ലിറ്റ് വിഡ്ത്ത് ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ സ്മോൾ ഡി കൂടിയാൽ തീർച്ചയായിട്ടും എന്നാ സംഭവിക്കും? ആംഗുലർ വിഡ്ത്ത്, ഡി കുറഞ്ഞാൽ ആംഗുലർ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 വരും. എന്നുവെച്ചാൽ 13ാമത്തെ ചോദ്യം, ദി പാത്ത് ഡിഫറൻസ് ഇക്വലന്റ് ഫേസ് ഡിഫറൻസ് ഓഫ് 270 ഗിവൺ വേവ് ലെങ്ത് ലാംഡ ഈസ്. അപ്പോൾ നമുക്ക് ഫേസ് ഡിഫറൻസ് ഡെൽറ്റ ഫൈ എന്ന് വിചാരിച്ചാൽ അത് നമുക്ക് തന്നിട്ടുണ്ട് 270 ഡിഗ്രി. അപ്പോൾ അതിനെ റേഡിയലിലോട്ട് മാറ്റണമെങ്കിൽ 270 × π/180 എടുത്താൽ മതി, ശരിയല്ലേ? അപ്പോൾ നമുക്ക് അത് 4/3 π വരും, ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി 3π/2 ആണ് കേട്ടോ. 4/3 π അല്ല, 3π/2 വരും. അപ്പോൾ 3π/2 ആണ് ഫേസ് ഡിഫറൻസ് വരും. അപ്പോൾ പാത്ത് ഡിഫറൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാലോ, ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു λ/2π ഇൻറ്റു ഫേസ് ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ് λ/2π ഇൻറ്റു ഫേസ് ഡിഫറൻസ് എത്രയാണ് നമുക്ക് കിട്ടിയത്? അത് 3π/2 ആണ്, ഇൻറ്റു 3π/2 വരും. അപ്പോൾ പൈ ക്യാൻസലായി പോകും, 3 λ/4 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ആൻസർ ഏതാ? ഓപ്ഷൻ 3 ആണ് വരുന്നത്, 3 λ/4. ഫേസ് ഡിഫറൻസ് കണ്ടുപിടിച്ചു, അത് നമുക്കറിയാം. പാത്ത് ഡിഫറൻസും ഫേസ് ഡിഫറൻസും തമ്മിലുള്ള റിലേഷനൊക്കെ നമുക്ക് വേവ് ഒപ്റ്റിക്സിലൊക്കെ ഇൻ്റർഫറൻസിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 വരും. പക്ഷേ 14ാമത്തെ ചോദ്യം, മറ്റേ വാട്ട് ആംഗിൾ ഷുഡ് ആൻ അൺപോളറൈസ്ഡ് ബീം ബി ഇൻസിഡൻറ്റ് ഓൺ എ ക്രിസ്റ്റൽ ഓർ റിഫ്രാക്റ്റൻസ് √3 സോ ദാറ്റ് റിഫ്ലക്റ്റഡ് ബീം ഈസ് പോളറൈസ്ഡ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റിഫ്ലക്റ്റഡ് ബീം ഈസ് കംപ്ലീറ്റ്ലി പോളറൈസ്ഡ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് കോൾഡ് എ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, tan I ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റ് ഇൻഡെക്സ് μ. റിഫ്രാക്റ്റൻസ് √3, അപ്പോൾ tan I ഈസ് ഈക്വൽ ടു √3. ദർഫോർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി വരും. ആൻസർ ഓപ്ഷൻ 2 ആണ്. അടുത്ത 15th ക്വസ്റ്റിലേക്ക് പോകുന്നത്, കറക്റ്റ് ഫോർമുല ഫോർ ഫ്രിഞ്ച് വിസിബിലിറ്റീസ്. അത് മനസ്സിലാക്കാനൊന്നുമില്ല. ഫ്രിഞ്ച് വിസിബിലിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാക്സിമം മിനിമം ഇൻറ്റൻസിറ്റീസ് വരുവാണെങ്കിൽ ഫ്രിഞ്ച് വിസിബിലിറ്റി ആണ് അവിടെ വി എന്ന് എടുത്തിരിക്കുന്നത്. I മാക്സിമം മൈനസ് I മിനിമം ഡിവൈഡഡ് ബൈ I മാക്സിമം പ്ലസ് I മിനിമം. അപ്പോൾ അതാണ് നമ്മുടെ റിലേഷൻ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 വരും. ഫ്രിഞ്ച് വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ഡാർക്ക് ബാൻഡും ബ്രൈറ്റ് ബാൻഡും സെപ്പറേറ്റ് ചെയ്ത് കാണണം. അപ്പോൾ ബ്രൈറ്റ് മോർ ബ്രൈറ്റ് ആയിരിക്കണം, ഡാർക്ക് മോർ ഡാർക്ക് ആയിരിക്കണം. അപ്പോഴാണ് നമുക്ക് ഫ്രിഞ്ച് വിസിബിലിറ്റി കൂടുതൽ വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 വരും. മനസ്സിലായാലോ? അപ്പോൾ അടുത്ത 16ാമത്തെ ചോദ്യം, ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് ദി സ്ലിറ്റ് സെപ്പറേഷൻ ഈസ് മെയ്ഡ് 3/4 ദി ഫ്രിഞ്ച് വിഡ്ത്ത് ബിക്കംസ്. ഫ്രിഞ്ച് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, β = λ/d/d ആണ്. സ്ലിറ്റ് സെപ്പറേഷൻ നമ്മൾ എത്രയാക്കി? 3 ടൈംസ് ആക്കി. അപ്പോൾ സ്മോൾ ഡിക്ക് പകരം നമ്മൾ ഡിയുടെ വാല്യൂ 3 ടൈംസ് ആക്കി മാറ്റി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു β' എന്നെടുത്താൽ β/3 വരത്തില്ലേ? അപ്പോൾ ഫ്രിഞ്ച് വിഡ്ത്ത് ബിക്കംസ് എത്രയാണ്? 1/3 ടൈംസ് ആണ്, ശരിയല്ലേ? അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ് വരുന്നത്, 1/3 ടൈംസ്. ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. അടുത്ത 17th ക്വസ്റ്റ്യൻ, വിച്ച് ഫിനോമിനൻ ക്യാൻ ബി ഒബ്സർവ്ഡ് വിത്ത് ലൈറ്റ് വേവ്സ് ബട്ട് നോട്ട് വിത്ത് സൗണ്ട് വേവ്സ്. നമുക്കറിയാം, ലൈറ്റ് ഈസ് ആൻ ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് സൗണ്ട് ഈസ് എ ലോഞ്ചിറ്റ്യൂഡൽ വേവ്. Longitudinal wave and transverse wave are separated or identified by the phenomena called a polarization. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ് ക്യാൻ ബി പോളറൈസ്ഡ് ബട്ട് ലോഞ്ചിറ്റ്യൂഡൽ വേവ് കനോട്ട് ബി പോളറൈസ്ഡ്. അപ്പോൾ പോളറൈസേഷൻ ആണ് ലോഞ്ചിറ്റ്യൂഡൽ വേവും ട്രാൻസ്വേഴ്സ് വേവും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ടെക്നിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിഫ്രാക്ഷനും റിഫ്ലക്ഷനും റിഫ്രാക്ഷനും ഒക്കെ സൗണ്ട് വേവ് ലൈറ്റ് വേവ് ഒക്കെ കാണിക്കുന്ന ഫിനോമിനസ് ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 വരും. So in Young's double slit experiment, the separation between the slits is halved and the distance between the slit and the screen is doubled the fringe width. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓപ്ഷൻ അവിടെ വിട്ടുപോയതാണ്. ഓപ്ഷനിൽ അൺചേഞ്ച്ഡ്, ഹാഫ്ഡ്, ഡബിൾഡ്, ക്വാഡ്രപ്പിൾഡ് എന്നാണ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഫ്രിഞ്ച് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ തൊട്ട് മുമ്പേ നമ്മൾ ഡിസ്കസ് ചെയ്തു. β = λ/d/d ആണ്. അപ്പോൾ β' എടുക്കുമ്പം സെപ്പറേഷൻ ബിറ്റ്വീൻ ദ സ്ലിറ്റ്സ് ഹാഫ് ആയി. അപ്പോൾ ഡിക്ക് പകരം d/2 ആണ്. അപ്പോൾ ഒരു 2/d വരും. ലാംഡ നമ്മൾ മാറ്റുന്നില്ല. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ലിറ്റ് ആൻഡ് സ്ക്രീൻ ഈസ് ഓൾസോ ഡബിൾഡ്. ഇൻസ്റ്റെഡ് ഓഫ് ക്യാപിറ്റൽ ഡി ഹിയർ വി ഹാവ് 2 ക്യാപിറ്റൽ ഡി.
ദാറ്റ് ഇസ് 4 ലാംഡ ഡി ബൈ ഡി വരും. ഇപ്പോൾ 4 ബീറ്റ വരും. അപ്പോൾ 4 ബീറ്റ ആണ് ആൻസർ. അപ്പോൾ ക്വാഡ്രപ്പിൾഡ് എന്നാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്, ഓപ്ഷൻ 4. അപ്പോൾ അതായിരിക്കും ആൻസർ ആയിട്ട് വരിക. അടുത്ത 19th ക്വസ്റ്റ്യൻ. ദി ഫസ്റ്റ് ഡിഫ്രാക്ഷൻ മിനിമ ഡ്യൂ ടു a single slit is at theta is 30 degree for a wavelength 500 Armstrong. The width of the slit is. അപ്പോൾ നമുക്ക് മിനിമത്തിൻ്റെ കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ സൈൻ തീറ്റ പാത്ത് ഡിഫറൻസ് വിച്ച് ഈസ് ഈക്വൽ ടു എൻ ലാംഡ. എ സൈൻ തീറ്റ ഈസ് എൻ ലാംഡ ആണ് ഇക്വേഷൻ. എയുടെ വാല്യൂ നമുക്ക് അറിയത്തില്ല, തീറ്റയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 30 ആണ്. എൻ ഫസ്റ്റ് മിനിമം എന്നാണ്, അപ്പോൾ എൻ 1 കൊടുക്കാം. അപ്പോൾ ലാംഡയുടെ വാല്യൂ 500 ആംസ്ട്രിങ് ആണ്. അപ്പോൾ ഇൻറ്റു 10⁻⁻10 വരും. നമുക്ക് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സൈൻ 30 നമുക്കറിയാം 1/2 ആണ്. 1/2 ഇൻറ്റു 500 1000 വരും. അപ്പോൾ 1000 എന്ന് പറയുമ്പോൾ 10⁻3 10⁻3 ഇൻറ്റു 10⁻⁻10 10⁻⁻7 മീറ്റർ വരും. നമുക്ക് ആൻസർ സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ ഇൻറ്റു 10⁻2 വരും, 10⁻⁻5 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ് വരുന്നത്. 1 ഇൻറ്റു 10⁻⁻5 സെൻറ്റിമീറ്റർ. അപ്പോൾ അടുത്ത 20ാമത്തെ ചോദ്യം. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ദ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു. നമുക്കറിയാം നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ഫോട്ടോൺസ് ഇൻസിഡൻ്റ് ആണ്. നമ്പർ ഓഫ് ഫോട്ടോൺസ് ഇൻറ്റൻസിറ്റി ആയിട്ട് റിലേറ്റഡ് ആണ്. ഇൻറ്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ യൂണിറ്റ് ടൈം ആണ്. അപ്പോൾ ഇൻറ്റൻസിറ്റിയും ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ എണ്ണമൊക്കെ ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ഇൻറ്റൻസിറ്റി ഓഫ് ദി ഇൻസിഡൻറ്റ് ബി. ബാക്കി നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല, നമുക്കറിയാവുന്ന. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ് വരിക. അപ്പോൾ അടുത്തത് 21ാമത്തെ ചോദ്യം. എ പാർട്ടിക്കിൾ ഓഫ് മാസ് m കിലോഗ്രാം ആൻഡ് ചാർജ് q കൂളംബ് ഈസ് ആക്സലറേറ്റഡ് ഫ്രം റെസ്റ്റ് ത്രൂ എ v വോൾട്ട്. ദെൻ ദ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് ഈസ് ഗിവൺ ബൈ. അപ്പോൾ ഡി ബ്രോഗ്ലി വേവ് ലെങ്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാമല്ലോ. ലാംഡ ഈസ് ഈക്വൽ ടു h/p. പി ഈസ് മൊമെൻറ്റം. നമ്മൾ ആ പിക്ക് പകരം നമുക്ക് കൈനറ്റിക് എനർജി ആണ് തരുന്നതെങ്കിൽ √2mk. കൈനറ്റിക് എനർജി p²/2m ആണ്. ഓർ ലീനിയർ മൊമെൻറ്റം പീസിൽ √2mk ആണ് നമുക്കറിയാം. കെ കൈനറ്റിക് എനർജി അക്വേർഡ് ബൈ ദി ഇലക്ട്രോൺ ആണ്. അപ്പോൾ കെക്ക് പകരം എന്ത് കൊടുക്കാം? q ഇൻറ്റു v കൊടുക്കാമല്ലോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് when the charge is accelerated in a potential difference v, kinetic energy acquired by the charge is q into v. സിമ്പിളാണ്. അപ്പോൾ നമുക്ക് h/, ആണ് കേട്ടോ. h/√2mqb ആണ്. അപ്പോൾ h/√mb അല്ല, h/√2mq അല്ല. അപ്പോൾ ഓപ്ഷൻ 4 h/√2mqb ശരിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ് വരുന്നത്. ബാക്കിയെല്ലാം തെറ്റാണ്. അപ്പോൾ അടുത്ത 22ാമത്തെ ചോദ്യം. Ultraviolet radiations of energy 6.2 electron volt falls on a aluminum surface of work function 4.2 electron volt. The kinetic energy of the fastest electron emitted is. അപ്പോൾ നമുക്കറിയാം ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ അനുസരിച്ച് മാക്സിമം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എനർജി ഇൻസിഡൻറ്റ് മൈനസ് വർക്ക് ഫംഗ്ഷൻ. ഈസ് എനർജി ഇൻസിഡൻറ്റ് 5 ഈസ് വർക്ക് ഫംഗ്ഷൻ. ദെൻ മാക്സിമം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ E-5. ഇവിടെ എനർജി ES എത്രയാണ്? 6.2 ആണ്. -5 4.2 ആണ്. ദാറ്റ് ഈസ് 2 ഇലക്ട്രോൺ വോൾട്ട് വരും. നമുക്ക് ആൻസർ ജൂളിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോൺ വോൾട്ടിലെ ജൂളിലോട്ട് മാറ്റാൻ നമുക്കറിയാം. ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19. അപ്പോൾ 3.2 ഇൻറ്റു 10⁻⁻19 ജൂൾ വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 വരും. 3.2 ഇൻറ്റു 10⁻⁻19 ജൂൾ. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഐൻസ്റ്റൈൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അത് 23rd ക്വസ്റ്റ്യൻ. ആൻ ഇലക്ട്രോൺ ആൽഫ പാർട്ടിക്കിൾ ആൻഡ് എ പ്രോട്ടോൺ ഓഫ് സെയിം കൈനറ്റിക് എനർജി ഇഫ് ലാംഡ ഇ ലാംഡ ആൽഫ ലാംഡ പി ആർ ദ റെസ്പെക്റ്റീവ് ഡി ബ്രോഗ്ലി വേവ് ലെങ്സ്. ദെൻ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞാൽ ഡി ബ്രോഗ്ലി വേവ് ലെങ്സിൻ്റെ ഇക്വേഷൻ ലാംഡ ഈസ് ഈക്വൽ ടു h/√2mqv എന്നാണ് ഇക്വേഷൻ. ഇവിടെ ഇലക്ട്രോൺ ആൽഫ പാർട്ടിക്കിൾ ആൻഡ് എ പ്രോട്ടോൺ ഹാവ് സെയിം കൈനറ്റിക് എനർജി എന്നാണല്ലേ. അപ്പോൾ QVക്ക് പകരം നമുക്ക് കൈനറ്റിക് എനർജി കൊടുക്കാമല്ലോ, √2mk. കെ എല്ലാവർക്കും സെയിം ആണ്. പിന്നെ എന്താ വ്യത്യാസം വരുന്നത്? ഇവിടെ മാസ് അല്ലേ. കെ കൈനറ്റിക് എനർജി എല്ലാ ചാർജഡ് പാർട്ടിക്കിളും സെയിം ആണ്. പിന്നെ മാറുന്നത് ഇവിടെ മാസേ ഉള്ളൂ. അപ്പോൾ ലാംഡ എന്തിന് പ്രൊപ്പോർഷണൽ ആയിട്ട് എടുക്കാം? അപ്പോൾ ലാംഡ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു √m. അപ്പോൾ നമുക്കറിയാം മാസ് കൂടിയ ആൾക്ക് ലാംഡ കുറവായിരിക്കും. ആദ്യം ഇലക്ട്രോൺ എടുക്കുന്നു. ഇലക്ട്രോണിൻ്റെ മാസാണ് ഏറ്റവും കുറവ്. പിന്നെ പ്രോട്ടോൺ ആണ്. അപ്പോൾ ME < MP മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ വരും. അപ്പോൾ മാസ് ഇലക്ട്രോണിനാണ് ഏറ്റവും കുറവ്. അപ്പോൾ ലാംഡ ഇലക്ട്രോൺ ഏറ്റവും കൂടുതലാണ്. പിന്നെ ലാംഡ പ്രോട്ടോൺ, പിന്നെ ലാംഡ ആൽഫ. ലാംഡ ഇ ഗ്രേറ്റർ ദാൻ ലാംഡ പി ഗ്രേറ്റർ ദാൻ ലാംഡ ആൽഫ വരും. അപ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ ലാംഡ ആൽഫ ഗ്രേറ്റർ ദാൻ ലാംഡ പി തെറ്റാണ്.
ഇത് ഈക്വൽ അല്ല, തെറ്റാണ്. ഈക്വൽ വരത്തില്ല, തെറ്റാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ്. ലാംഡ ആൽഫ ലെസ് ദാൻ ലാംഡ പി ലെസ് ദാൻ ലാംഡ ഇ. മനസ്സിലായല്ലോ. അപ്പോൾ അടുത്ത 25ാമത്തെ ചോദ്യം, റെസ്റ്റ് മാസ് ഓഫ് ഫോട്ടോൺ ഈസ്. നമുക്കറിയാം ഫോട്ടോൺ തിയറി ഓഫ് ലൈറ്റിൽ നമ്മൾ ഫോട്ടോണിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു വേവ് മീഡിയത്തിൽ കൂടെ പ്രൊപ്പഗേഷൻ നടക്കുമ്പോഴാണ്. അപ്പോൾ റെസ്റ്റ് മാസ് ഓഫ് ഫോട്ടോൺ നമുക്ക് എത്ര എടുക്കാൻ പറ്റുന്ന 0 ആണ്. കാരണം നമുക്കറിയാം ഫോട്ടോൺസിന് പ്രസക്തി എന്ന് പറയുന്നത് മോഷനിലാകുന്ന സമയത്ത് അല്ലെങ്കിൽ വേവ് പ്രൊപ്പഗേഷൻ നടക്കുന്ന സമയത്തേ ഉള്ളൂ. അപ്പോൾ അവിടെ റെസ്റ്റ് മാസ് ഓഫ് ഫോട്ടോൺ നമുക്ക് 0 എന്ന് എടുക്കാം. ശരിയാണ്. റേഷ്യോ ഓഫ് ദി ലാർജസ്റ്റ് ടു ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഇൻ ലൈമാൻ സീരീസ് ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്ര ഈസ്. ഇപ്പം ലൈമാൻ സീരീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹയസ്റ്റ് സ്റ്റേറ്റിൽ നിന്ന് ഫസ്റ്റ് സ്റ്റേറ്റിലേക്കാണ് ട്രാൻസിഷൻ നടക്കുന്നത്. അപ്പോൾ വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻ ലാംഡ ആണെങ്കിൽ 1/λ ഈസ് ഈക്വൽ ടു r ഇൻറ്റു 1/1² മൈനസ് 1/n² ആണ് ഇക്വേഷൻ വരുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റിലേക്കാണ് ട്രാൻസിഷൻ നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു എന്നിൻ്റെ വാല്യൂ 1 ആണ്. അടുത്ത n എന്ന് പറയുന്നത് നമുക്കറിയാം 2, 3, 4 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി വരും. n 2 വരാം, 3 വരാം, എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി വരാം. നമുക്ക് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് പറയണം. ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് വരണമെങ്കിൽ നമുക്കറിയാം ഫ്രീക്വൻസി മാക്സിമം ആയിരിക്കണം. ഫ്രീക്വൻസി മാക്സിമം വരുന്നത് എപ്പോഴാണ്? എനർജി ഡിഫറൻസ് മാക്സിമം. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ട്രാൻസിഷൻ നടക്കുമ്പോഴാണ് എനർജി ഡിഫറൻസ് മാക്സിമം വേവ് ലെങ്ത് മിനിമം വരുന്നത്. അപ്പോൾ നമുക്ക് 1/λ മിനിമം കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെ എന്നിൻ്റെ വാല്യൂ നമ്മൾ ഇൻഫിനിറ്റി കൊടുത്താൽ മതി. 1/∞ 0 ആണ്. അപ്പോൾ ലാംഡ മിനിമം ഈസ് ഈക്വൽ ടു 1/r എന്ന് വരും. ഇപ്പോൾ ഇതാണ് ലൈമൻ സീരീസിൽ ലാംഡയുടെ വാല്യൂ മിനിമം വരുന്നത്. അടുത്ത ലാർജസ്റ്റ് വേവ് ലെങ്ത്. ലാർജസ്റ്റ് വേവ് ലെങ്ത് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് സ്റ്റേറ്റിൽ നിന്ന് സെക്കൻഡ് സ്റ്റേറ്റിലേക്കുള്ള എനർജി ഡിഫറൻസ് ആണ് ഏറ്റവും മിനിമം. എനർജി ഡിഫറൻസ് മിനിമം ആവുമ്പോൾ ഫ്രീക്വൻസി മിനിമം, വേവ് ലെങ്ത് മാക്സിമം വരും. അപ്പോൾ 1/λ മാക്സിമം കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? എന്നിന് നമ്മൾ നിയറസ്റ്റ് വാല്യൂ 2 കൊടുത്താൽ മതി. അപ്പോൾ 2² 4 വരും. അപ്പോൾ 3/4 ഇവിടെ വരും. അപ്പോൾ ലാംഡ മാക്സിമം ഈസ് ഈക്വൽ ടു 4r/3 വരും. r എന്ന് പറയുന്നത് r താഴെയാണ് കേട്ടോ. 4/3/r ആണ്. അപ്പോൾ 1/r ലാംഡ മിനിമം അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 4/3 ഇൻറ്റു ലാംഡ മിനിമം വരും. അപ്പോൾ ലാംഡ മാക്സിമം ബൈ ലാംഡ മിനിമം ആണ് ചോദ്യം. അപ്പോൾ ആൻസർ ഏതാ? 4/3 വരും. അപ്പോൾ ഓപ്ഷൻ 1 ആണ് വരുന്നത്, 4/3. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആ ലൈമൻ സീരീസ്, ബാൽമർ സീരീസ് അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ ഓർത്തിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത 27ാമത്തെ ചോദ്യം, 1 ആറ്റമിക് മാസ് യൂണിറ്റ് ഈസ് ഈക്വലന്റ് ടു. പിന്നെ 1 ആറ്റമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1/12 ഓഫ് കാർബൺ 12 മാസ് ആറ്റത്തിൻ്റെ മാസ്സാണ്. അപ്പോൾ നിയർലി 1.6 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം വരും. ഇപ്പോൾ ഇതാണ് നിയർലി 1 ആറ്റമിക് മാസ് യൂണിറ്റ് നമുക്കറിയാം. അപ്പോൾ അതിനെ എനർജി ആക്കി മാറ്റാം. നമുക്ക് ആൻസർ എനർജിയിലാണ് തന്നിരിക്കുന്നത്. 1 ആറ്റമിക് മാസ് യൂണിറ്റ് എനർജി ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇൻറ്റു c² എടുത്താൽ പോരെ. അപ്പോൾ എനർജി ഈക്വലൻ്റ് ഓഫ് മാസ് കാണാൻ mc². അപ്പോൾ 1.6 ഇൻറ്റു 10⁻⁻27. സിയുടെ വാല്യൂ നമുക്കറിയാം 3 ഇൻറ്റു 10⁸ ആണ്. സ്ക്വയർ ചെയ്യുമ്പം 9 ഇൻറ്റു 10⁻16 വരും. അപ്പോൾ അത് സോൾവ് ചെയ്താൽ ആൻസർ കിട്ടും. ഇപ്പം 9 ഇൻറ്റു 1.6 ഓപ്ഷൻ നോക്കിയാൽ മതി, നിയർലി 15 അടുത്ത് വരും അല്ലേ. അപ്പോൾ 15 ഇൻറ്റു 10⁻⁻27 പ്ലസ് 10⁻16 10⁻11 വരും. ശരിയല്ലേ? അപ്പോൾ 10⁻11. അപ്പോൾ 15 ഇൻറ്റു 10⁻11 ഓർ 1.5 ഇൻറ്റു 10⁻10 ജൂൾ വരും അല്ലേ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ് വരുന്നത്, 1.5 ഇൻറ്റു 10⁻10 ജൂൾ. മനസ്സിലായല്ലോ. 28ാമത്തെ ചോദ്യം, ഇൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് പ്രോസസ്സസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ദ ന്യൂക്ലിയോൺസ് ഇൻക്രീസ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ആദ്യം ആൽഫ ഡികെ. നമുക്ക് എക്സ് എന്ന് പറഞ്ഞൊരു ന്യൂക്ലിയസ് ഉണ്ട്. അതിൻ്റെ ആറ്റമിക് നമ്പർ ഇസഡ്, മാസ് നമ്പർ എ. അതിന് ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തു, വൈ ന്യൂക്ലിയസ് ഉണ്ടായി. ആൽഫ പാർട്ടിക്കിൾ ഈസ് ഇക്വലൻ്റ് ടു ഹീലിയം ന്യൂക്ലിയസ് ആണ്. അപ്പോൾ H2 വരും. പിന്നെ പ്ലസ് Q എനർജി റിലീസ്ഡൊക്കെ വരും നമുക്കറിയാം. അപ്പോൾ നമുക്കിവിടെ വൈ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിന് കൺസർവേഷൻ ഓഫ് ആറ്റമിക് നമ്പർ എടുക്കണം. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആറ്റമിക് നമ്പർ സെയിം ആയിരിക്കണം. ഇവിടെ ഇസഡ് ആണ്, ഇവിടെ ഒരു 2 ഉണ്ട്. റൈറ്റ് സൈഡിലും ടോട്ടലി ഇസഡ് വരണമെങ്കിൽ ഇവിടെ 2 ആയതുകൊണ്ട് ഇവിടെ ഒരു Z-2 വന്നാൽ പോരെ. അപ്പോൾ ഇവിടെ ആറ്റമിക് നമ്പർ ഇസഡ്, ഇവിടെ Z-2 + 2 ഇസഡ് തന്നെ വരും.
ഇവിടെ ആറ്റമിക് നമ്പർ മാസ് നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ 4 ആണ്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും A-4 വരും. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ദ ന്യൂക്ലിയസ് ഇൻക്രീസ് ചെയ്യണമെന്നാണ്. ഇവിടെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഡിക്രീസ് ചെയ്യുന്ന, അപ്പോൾ അത് തെറ്റാണ്. അടുത്ത ബീറ്റ ഡിക്കെ നോക്കാം. ബീറ്റ ഡിക്കെ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ എമിഷൻ നടക്കും. അപ്പോൾ ബീറ്റ നെഗറ്റീവ് ഉണ്ട് കേട്ടോ. ഇവിടെ ബീറ്റ നെഗറ്റീവ് എന്നുണ്ട്. നെഗറ്റീവ് ബീറ്റ ഡിക്കെ ആണ്. നെഗറ്റീവ് ബീറ്റ ഡിക്കയിൽ നമുക്കറിയാം ഇലക്ട്രോൺ ആണ് എമിറ്റ് ചെയ്യുന്നത്. ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിൻ്റെ കൂടെ ഒരു ആൻറ്റി ന്യൂട്രോണും കൂടെ വരും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിൻ്റെ ആറ്റമിക് നമ്പർ -1 മാസ് നമ്പർ 0 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം മാസ് ഓഫ് ദി ഇലക്ട്രോൺ വെരി സ്മോൾ കമ്പയർഡ് ടു ദി മാസ് ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആണ് നമുക്കറിയാം. അപ്പോൾ ഇവിടെ മാസ് നമ്പറിന് മാറ്റമൊന്നുമില്ല, A തന്നെ വരും. ആറ്റമിക് നമ്പർ എത്ര? ഇവിടെ ഇസഡ് റൈറ്റ് സൈഡിലും ഇസഡ് ആയിരിക്കണം. ഇവിടെ ഒരു -1 ഉള്ളത് കൊണ്ട് ഇവിടെ +1 വരും. അപ്പോൾ ഇവിടെ എന്നാ സംഭവിച്ചു? പ്രോട്ടോൺസ് ഇൻ ദ ന്യൂക്ലിയസ് ഇൻക്രീസ് ചെയ്തു. ഇപ്പോൾ ഇസഡ് ആയിരുന്നു, ഇവിടെ Z+1 ആയി. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ശരിയാണ്. അതിനടുത്ത ബീറ്റ പോസിറ്റീവ് ഡിക്കെ. ഇവിടെ പോസിറ്റീവ് ബീറ്റ ഡിക്കെ എന്നുണ്ട് കേട്ടോ. പോസിറ്റീവ് ബീറ്റ ഡിക്കയിൽ ആൻറ്റി പാർട്ടിക്കിൾ ഓഫ് ഇലക്ട്രോൺ ഓർ പോസിട്രോൺ ഈസ് എമിറ്റഡ്. അപ്പോൾ ഇവിടെ +1 വരും, -1 പകരം. അപ്പോൾ ഇവിടെ Z -1 വരും. അപ്പോൾ അത് തെറ്റാണ്. അവിടെ ആറ്റമിക് നമ്പർ ഓഫ് പ്രോട്ടോൺ നമ്പർ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ആൻസർ പോസിബിലിറ്റി ഈസ് ഓൺലി ഫോർ ഓപ്ഷൻ 2 ആണ്. സോ 28th ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് പ്രോസസ്സസ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ന്യൂക്ലിയസ് ഇൻക്രീസ്. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത് തന്നെയാണ് അല്ലേ, സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. 29ാമത്തെ ചോദ്യം, ദ ന്യൂക്ലിയസ് C612 അബ്സോർബ്സ് ആൻ എനർജറ്റിക് ന്യൂട്രോൺ ആൻഡ് എമിറ്റ്സ് എ ബീറ്റ പാർട്ടിക്കിൾ. ദ റിസൾട്ടിങ് ന്യൂക്ലിയസ് ഈസ്. അപ്പോൾ നമുക്ക് C612 ആണ്. അത് ആരെ അബ്സോർബ് ചെയ്തെന്നാണ് പറഞ്ഞേക്കുന്നത്? ഒരു ന്യൂട്രോണിനെ അബ്സോർബ് ചെയ്ത് +N01 വരും. ഇപ്പോൾ ഇതാണ് ഇക്വേഷൻ. C612 +N01. അത് ആരൊക്കെ എമിറ്റ് ചെയ്ത്? ഒരു ബീറ്റ പാർട്ടിക്കിൾ. ബീറ്റ പാർട്ടിക്കിൾ എന്ന് വെറുതെ പറഞ്ഞാൽ നമുക്കറിയാം അവിടെ E-1 0 ആണ്. ആറ്റമിക് നമ്പർ -1, ആറ്റം മാസ് നമ്പർ 0. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ മാസ് നമ്പർ 12+1 ആണ് ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ റൈറ്റ് സൈഡിലും 12+1 13 പറഞ്ഞാൽ, കാരണം ഇവിടെ 0 ആണ്. ഇവിടെ 6, ഇവിടെ 0, പക്ഷേ ഇവിടെ ഒരു -1 ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ 6 വരണം, ഇവിടെയും 6 വരണമെങ്കിൽ ഇവിടെ ഒരു 7 വരണ്ടേ. 7 വരണമെങ്കിൽ അത് നൈട്രജൻ അല്ല. അപ്പോൾ N7 13 വരും. അപ്പോൾ ഇവിടെ 6 + 0 6 വരും. ഇവിടെ 7 - 1 6 വരും. ഇവിടെ 12+1 13, ഇവിടെ 13 + 0 13. ആറ്റമിക് നമ്പർ മാസ് നമ്പർ കൺസിഡർ. അപ്പോൾ N7 13 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ആൻസർ ഏതാ? ഓപ്ഷൻ 3 ആണ് വരുന്നത്. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകിച്ച് മനസ്സിലാക്കാനൊന്നുമില്ല. അപ്പോൾ അടുത്ത 30ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ ഹൈഡ്രജൻ ആറ്റം? ഫസ്റ്റ്, ആംഗുലർ മൊമെന്റം ഈസ് പ്രൊപ്പോർഷണൽ ടു 1/n. എന്നെ നമുക്കറിയാം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. ആംഗുലർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്തുവായിരുന്നു? ആംഗുലർ മൊമെന്റം ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π എന്നാണ്. അപ്പോൾ L പ്രൊപ്പോർഷണൽ ടു n ആണ്. അപ്പോൾ അത് തെറ്റാണ്. അപ്പം ഓപ്ഷൻ 1 റോങ് ആണ്. അടുത്തത് ലീനിയർ മൊമെന്റം. ലീനിയർ മൊമെന്റം L = m × v ആണ്. വിയുടെ പ്രത്യേകം നമുക്കറിയാം 1/n പ്രൊപ്പോർഷനാണ്. എന്ത് ഓർബിറ്ററിന്റെ വെലോസിറ്റി എടുക്കുമ്പോൾ v പ്രൊപ്പോർഷണൽ ടു 1/n. E²/2 ε0 n h ആണ് ഇക്വേഷൻ. അപ്പോൾ v പ്രൊപ്പോർഷണൽ ടു 1/n. അപ്പോൾ അത് ശരിയാണ്. മാസ് മാറ്റമൊന്നുമില്ല നമുക്കറിയാം. അപ്പോൾ P പ്രൊപ്പോർഷണൽ ടു 1/n എന്നുള്ളത് ശരിയാണ്. ലീനിയർ മൊമെന്റം ഈസ് പ്രൊപ്പോർഷണൽ ടു 1/n. അപ്പോൾ ലീനിയർ മൊമെന്റത്തിന് നമ്മൾ P എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യും കേട്ടോ. P = m × v. റേഡിയസ് 1/n. റേഡിയസ് ഓഫ് എൻഡ് ഓർബിറ്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം ε0 n² h² m e² ആണ്. അപ്പോൾ 6 n² പ്രൊപ്പോർഷനാണ്. അപ്പോൾ അത് തെറ്റാണ്. അടുത്ത എനർജി പ്രൊപ്പോർഷണൽ ടു 1/n. അതും തെറ്റാണ്. എനർജി -13.6/n² ആണ്. അപ്പോൾ ഈ പ്രൊപ്പോർഷണൽ 1/n² വരെ നെഗറ്റീവ് ആണെന്നുള്ളപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 മാത്രമേ കറക്റ്റ് ആയിട്ട് വരുന്നുള്ളൂ. അടുത്ത 31st ക്വസ്റ്റ്യൻ, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ദി ഫസ്റ്റ് ബോർ ഓർബിറ്റ് ഈസ്. നമ്മൾ ഡി ബ്രോഗ്ലി വേവ്സും ബോർ ആറ്റം മോഡലിൻ്റെ എക്സ്പ്ലേഷൻ ഓഫ് സ്റ്റെബിലിറ്റി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റേഷനറി ഓർബിറ്റ്സിൽ മൂവ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് നെവർ എമിറ്റ് റേഡിയേഷൻ. അതാണ് ബോർ ആറ്റം മോഡൽ പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ടാണ് അത് റേഡിയേഷൻ എമിറ്റ് ചെയ്യാത്തത് അത് പറഞ്ഞില്ല. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത ഡി ബ്രോഗ്ലിയാണ്. ഡി ബ്രോഗ്ലിയുടെ തിയറി അനുസരിച്ച് നമുക്കറിയാം ഇലക്ട്രോൺ ഓർബിറ്റിൽ റെവല്യൂഷൻ നടക്കുമ്പോൾ ഇലക്ട്രോണിനോട് അസോസിയേറ്റ് ഒരു വേവ് ഉണ്ട്. അപ്പോൾ ആ വേവിൻ്റെ പ്രോബബിലിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോണിൻ്റെ പ്രസൻസ് ഒക്കെ പറയുന്നത് നമുക്കറിയാം. അവിടെ പ്രിൻസിപ്പിൾ ഇത്രേ ഉള്ളൂ. ഇലക്ട്രോൺ സർക്കുലർ പാത്തിൽ പോകുമ്പോൾ അതിന് വേവ് നേച്ചറുണ്ട്. അതിനോട് അസോസിയേറ്റ് ഒരു സ്റ്റേഷനറി വേവ് പാറ്റേൺ ഉണ്ടെന്ന് വിചാരിക്കണം. nth ഓർബിറ്റിൽ അതേപോലെ n നമ്പർ ഓഫ് സ്റ്റേഷനറി വേവ് പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യപ്പെടും.
അതാണ് നമുക്ക് ജനറലി പ്രത്യേകത. അപ്പോൾ റേഡിയസ് r ആണെങ്കിൽ നമുക്കറിയാം nth ഓർബിറ്റിൻ്റെ സർക്കംഫറൻസ് 2πr n എന്നെടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു ലാംഡ. അതാണ് ജനറൽ ഇക്വേഷൻ. 2πr n എന്ന് പറയുന്ന സർക്കംഫറൻസ് ഓഫ് ദി ഓർബിറ്റ് ആണ്. അത് nth ഓർബിറ്റ് ആണെങ്കിൽ അതിൽ n കംപ്ലീറ്റ് സ്റ്റാൻഡിംഗ് വേവ്സ് പാറ്റേൺ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ ലെങ്ത് ഓഫ് ദി വേവ് n ഇൻറ്റു ലാംഡ വരും. ഇവിടെ നമുക്ക് ഫസ്റ്റ് ബോർ ഓർബിറ്റ് ആണ്. അപ്പോൾ n ഈസ് ഈക്വൽ എത്രയാ 1 വരും. അപ്പോൾ n 1 ആണെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ ടു 2πr വരും. അപ്പോൾ ലാംഡ ഇൻ ഫസ്റ്റ് ഓർബിറ്റ് എന്ന് പറയുന്നത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് അത് 2πr സർക്കംഫറൻസ് ഓഫ് ദി ഓർബിറ്റിന് ഈക്വലാണ്. അത് ഈക്വൽ ടു 1/4 ഓഫ് ദി സർക്കംഫറൻസ് സെറ്റാണ്, ഹാഫ് ഓഫ് ദി സർക്കംഫറൻസ് സെറ്റാണ്, ട്വൈസ് സർക്കംഫറൻസ് സെറ്റാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 അല്ലേ, ഈക്വൽ ടു സർക്കംഫറൻസ് ഓഫ് ദി ഫസ്റ്റ് ഓർബിറ്റ്. ഇപ്പോൾ അതാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 വരും. മനസ്സിലായല്ലോ. അത് 32nd ക്വസ്റ്റ്യൻ. ദി മാസ് നമ്പർ ഓഫ് ഹീലിയം ഈസ് 4 ആൻഡ് ഫോർ സൾഫർ ഈസ് 32. ദി റേഡിയസ് ഓഫ് സൾഫർ ന്യൂക്ലിയസ് ലാർജർ ദാറ്റ് ഓഫ് ഹീലിയം ബൈ. നമുക്കറിയാം മാസ് നമ്പറും റേഡിയസ് ഓഫ് ദി ന്യൂക്ലിയസിൻ്റെ റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. r ഈസ് പ്രൊപ്പോർഷണൽ ടു a raised to 1/3. അപ്പോൾ റേഡിയസ് ഓഫ് സൾഫർ ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ഹീലിയം ഈസ് ഈക്വൽ ടു a2 by a1 ഹോൾ റേസ്ഡ് ടു 1/3 എന്ന് എടുക്കാം. സൾഫറിൻ്റെ ആറ്റമിക് മാസ് നമ്പർ എത്രയാ 32 ആണ്. ഡിവൈഡഡ് ബൈ ഹീലിയത്തിൻ്റെ 4 ആണ്. 32/4 8 raised to 1/3. 8 raised to 1/3 നമുക്കറിയാം 2 ആ വരുന്നത്. അപ്പോൾ റേഡിയസ് ഓഫ് സൾഫർ എത്ര ടൈംസ് ആ 2 times ദാറ്റ് ഓഫ് ഹീലിയം ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ് വരുന്നത്. അപ്പോൾ റേഡിയസ് പ്രൊപ്പോർഷണൽ a raised to 1/3. പക്ഷേ ന്യൂക്ലിയർ ഡെൻസിറ്റി ഈസ് ഓൾമോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി മാസ് നമ്പർ. It is same for all the nucleus. It is of the order of 10 raised to 17 kg/m³ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് 33ാമത്തെ ചോദ്യം. ഇനി ഹൈഡ്രജൻ സ്പെക്ട്രം. ദി ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഇൻ ബാൽമർ സീരീസ് ഇസ് ലാംഡ. ദി ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഇൻ ബ്രാക്കറ്റ് സീരീസ് വിൽ ബി. ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ഏത് ലെവലിൽ നിന്നാണോ ട്രാൻസിഷൻ അത് ഇൻഫിനിറ്റിയിൽ നിന്ന് വരുമ്പോഴായിരിക്കും. നമുക്ക് ലൈമൺ സീരീസ് ആണെങ്കിൽ ഹയർ എനർജി സ്റ്റേറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ എനർജി ഈസ് മാക്സിമം ഓർ വേവ് ലെങ്ത് ഈസ് മിനിമം വെൻ ദ ഇലക്ട്രോൺ മേക്സ് ട്രാൻസിഷൻ ഫ്രം n ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ടു 1 ആണ്. അതേപോലെ എടുത്താൽ മതി. ഇപ്പോൾ ബാൽമർ സീരീസിൽ നമുക്കറിയാം ഹയർ സ്റ്റേറ്റിൽ നിന്ന് സെക്കൻഡ് സ്റ്റേറ്റിലേക്കാണ് ട്രാൻസിഷൻ നടക്കുന്നത്. അപ്പോൾ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് കാണുമ്പോൾ അത് ലാംഡ 1 എന്ന് വിചാരിച്ചാൽ അത് r ഇൻറ്റു 1/2² മൈനസ് 1/n². അതാണ് ഇക്വേഷൻ. n ഈസ് ഈക്വൽ ടു 5 7 6 എക്സെട്ര. n is 3 4 5 എക്സെട്ര. ഇവിടെ 1/2² 1/4 n ഹയർ ലെവൽസ് 3 4 5 എക്സെട്ര വരും. അപ്പോൾ ഇവിടെ ലാംഡയുടെ വാല്യൂ ഷോർട്ടസ്റ്റ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ n എത്ര എടുക്കണം? ഇൻഫിനിറ്റി എടുക്കണം. അപ്പോൾ 1/λ1 is equal to r/4. n² ഇൻഫിനിറ്റി വരും. 1/∞ 0 ആണ്. അപ്പോൾ λ1 is equal to എത്ര കിട്ടും? 4/r. ഇപ്പോൾ ആണ് λ1ൻ്റെ ഇക്വേഷൻ വരുന്നത്. അടുത്തത് ബ്രാക്കറ്റ് സീരീസ് ആണ് അല്ലേ. ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ബ്രാക്കറ്റ് സീരീസ് ആണ്. ബ്രാക്കറ്റ് സീരീസിൽ നമുക്കറിയാം ഫോർത്ത് സ്റ്റേറ്റിൽ നിന്നാണ് ട്രാൻസിഷൻ വരുന്നത്. ഫോർത്ത് സ്റ്റേറ്റിലേക്കാണ് ട്രാൻസിഷൻ വരുന്നത്. അപ്പം ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് λ2 എന്ന് എടുത്താൽ r ഇൻറ്റു 1/4² 1/16 മൈനസ് 1/∞ വരും. ഇവിടെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഫോർത്ത് സ്റ്റേറ്റിലേക്ക് വരുമ്പോഴാണ് എനർജി ഡിഫറൻസ് മാക്സിമം, ഫ്രീക്വൻസി മാക്സിമം ഓർ വേവ് ലെങ്ത് ഈസ് മിനിമം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? r/16 λ2 ഈസ് ഈക്വൽ ടു 16/r വരും. അപ്പോൾ നമുക്കിവിടെ λ1 ഈസിൽ 4/r ആണ്. λ2 ഈസ് ഈക്വൽ ടു 16/r വരും. അപ്പോൾ ഇവിടെ 4/r λ1 അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 4/r എന്ന് എഴുതാം. 4/r λ1. അപ്പോൾ λ2 ഈസ് ഈക്വൽ ടു 4 λ1 വരും, അല്ലെങ്കിൽ 4 λ വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ് വരും. അപ്പോൾ അടുത്ത 34ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. Deuteron is bombarded on OH-16 nucleus. Then alpha particle is emitted. The product nucleus is. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡ്യൂട്രോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് H12 ആണ്. That is bombarded with the OH-16. That is H12 plus OH-16. That gives alpha particle. Alpha particle is He24 plus another nucleus. അതിൻ്റെ ആറ്റമിക് നമ്പർ എടുക്കുമ്പോൾ ഇവിടെ 8 + 1 9 ഉണ്ട്.
ഇവിടെ 2 ഉണ്ട്, ബാക്കി എത്ര വരണം? 7 വരണം. അപ്പോൾ അവിടെ 7 വരും. അപ്പോൾ 7 വരണമെങ്കിൽ നമുക്കറിയാം ഇത് രണ്ടും തെറ്റാണ്. അപ്പം നൈട്രജൻ ആയിരിക്കും വരുന്നത്. ഞാൻ അതവിടെ 16 + 2 നമുക്ക് 18 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. അപ്പോൾ ഇവിടെ എത്ര വരണം? ഇവിടെ 18 - 4 14 വരണം. അപ്പോൾ ആൻസർ N7 14 വരും. ഓപ്ഷൻ 1 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? അടുത്ത 35ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ഗേറ്റ് ഷോൺ ഇൻ ഫിഗർ? സിമ്പിൾ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻഗേറ്റിന്റെ സിമ്പിൾ ആണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ് തന്നിരിക്കുന്നത്, 4 ആണ് വരുന്നത്. ആൻഗേറ്റിന്റെ ഡയറക്റ്റ് റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 വരും. അടുത്ത 36th ക്വസ്റ്റ്യനിലേക്ക് പോകാം. സിനർ ബ്രേക്ക് ഡൗൺ ടേക്സ് പ്ലേസ് ഇഫ്. സിനർ ബ്രേക്ക് ഡൗണും അവാലഞ്ച് ബ്രേക്ക് ഡൗണും പഠിച്ചിട്ടുണ്ടല്ലോ. സിനർ ബ്രേക്ക് ഡൗണിൽ റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുന്ന സമയത്ത് ഇലക്ട്രോൺസിൻ്റെ ബോണ്ടിങ് ബ്രേക്ക് ചെയ്ത് ഔട്ട്സൈഡിൽ ഇലക്ട്രോൺ വരും. അപ്പോൾ അത് ഫ്രീ ആയിട്ട് മാറും. അങ്ങനെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ സിനർ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. സിനർ ബ്രേക്ക് ഡൗൺ ഉണ്ടാകണമെങ്കിൽ യൂഷ്വലി എന്ത് സംഭവിക്കണം? ഹെവിലി ഡോപ്ഡ് ഡയോഡിലാണ് നമുക്ക് സാധാരണ സിനർ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ്. ഡോപ്ഡ് ഇമ്പ്യൂരിറ്റി ഈസ് ഹൈ ഇമ്പ്യൂരിറ്റി എമൗണ്ട് കൊടുക്കുന്ന സമയത്ത് ലാർജ് ഡോപ്പിങ്ങിലാണ് നമുക്ക് സിനർ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നത്. അല്ലാത്ത സിറ്റുവേഷനിൽ അവാലഞ്ച് ബ്രേക്ക് ഡൗൺ ഡോമിനേറ്റ് ചെയ്ത് നമുക്കറിയാം. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 വരും. അത് 37ാമത്തെ ചോദ്യം, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് A and B and identify the correct choice from the given answer. A Zener diode is always connected in reverse bias. നമുക്കൊരു Zener diode ആപ്ലിക്കേഷൻ സമയത്ത് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ടൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ റിവേഴ്സ് ബയസ് ആയിരിക്കണം. അപ്പോൾ അസേഷൻ ശരിയാണ്. ദി പൊട്ടൻഷ്യൽ വാരിയർ ഓഫ് എ PN ജംഗ്ഷൻ ലൈസ് ബിറ്റ്വീൻ 0.1 to 0.3 വോൾട്ട് അപ്രോക്സിമേറ്റ്ലി. നമുക്കറിയാം തെറ്റാണ്. 0.7 വോൾട്ടൊക്കെ പൊട്ടൻഷ്യൽ ബാരിയർ വരെ സിലിക്കണിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ആൻസർ A കറക്റ്റ് ആണ്, B തെറ്റാണ്. അപ്പോൾ ആൻസർ A and B ആർ കറക്റ്റ് തെറ്റാണ്. A is correct but B is wrong. ഓപ്ഷൻ 3 ശരിയാണ്. ഓപ്ഷൻ 2 A and B ആർ റോങ് തെറ്റാണ്. A റോങ്, B കറക്റ്റ് തെറ്റ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആയിട്ട് വരിക. അടുത്ത 38th ക്വസ്റ്റ്യൻ, P type semiconductor is formed when? പി ടൈപ്പ് സെമി കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ട്രൈവലൻ്റ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യണം. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അത് ആദ്യം ആഴ്സനിക്ക് നമുക്കറിയാം എന്താണ്, അത് പെൻറ്റാവലൻ്റ് ഇമ്പ്യൂരിറ്റിയാണ്. അപ്പോൾ അത് എൻ ടൈപ്പ്, അപ്പോൾ അത് തെറ്റാണ്. അലുമിനിയം ഇമ്പ്യൂരിറ്റീസ് മിക്സഡ്. അലുമിനിയം ആകുമ്പോൾ നമുക്കറിയാം അതെന്തുവാണ്, അത് ട്രൈവലൻ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് പി ടൈപ്പ് സെമി കണ്ടക്ടർ ഫോം ചെയ്യും. അടുത്ത ബോറോൺ ഇമ്പ്യൂരിറ്റീസ് മിക്സഡ് വിത്ത് ജെർമേനിയം, അതും ശരിയാണ്. കാരണം ഈ ബോറോണും എന്ത് തന്നെയാണ്, ട്രൈവലൻ്റ് ഇമ്പ്യൂരിറ്റിയാണ്. അപ്പോൾ ഹോൾസ് എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അവിടെ പി ഇമ്പ്യൂരിറ്റീസ് ഫോസ്ഫറസ്, അപ്പോൾ അതും തെറ്റാണ്. ഫോസ്ഫർ എടുക്കുമ്പോൾ നമുക്കറിയാം അതും പെൻറ്റാവലൻ്റ് ആണ്, അപ്പോൾ തെറ്റാണ്. അപ്പോൾ ബിയും സിയും ആണ് നമുക്ക് പി ടൈപ്പ് സെമി കണ്ടക്ടർ തരുന്നത്. അപ്പോൾ ആൻസർ ഏതാ? ആൻസർ ഓപ്ഷൻ 3 ആണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഡോപ്പിങ്ങിൻ്റെ കണ്ടീഷനും പി ടൈപ്പ് എൻ ടൈപ്പിൻ്റെ കണ്ടീഷൻസും ഒക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 വരും. 39ാമത്തെ ചോദ്യം, ഇൻ എ പി ടൈപ്പ് സെമി കണ്ടക്ടർ കറണ്ട് ഈസ് മെയിൻലി ക്യാരിഡ് ബൈ ഹോൾസ്. അത് തെറ്റാണ്. ശരിയാണ്. കാരണം പി ടൈപ്പിൽ മജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആർ ഹോൾസ്. മജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഹോൾസ് ആണ്, അവരാണ് കൂടുതൽ കണ്ടക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് അല്ലേ? കറണ്ട് ഈസ് മെയിൻലി ക്യാരിഡ് ബൈ ഹോൾസ് ശരിയാണ്. ദേ ആർ മജോറിറ്റി ചാർജ് കാരിയേഴ്സ്. പക്ഷേ കറണ്ട് ഈസ് മെയിൻലി ക്യാരിഡ് ബൈ ഇലക്ട്രോൺസ് തെറ്റാണ്. ബിക്കോസ് ഇലക്ട്രോൺസ് ആർ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്. ദ മെറ്റീരിയൽ ഈസ് ഓൾവേസ് പോസിറ്റീവ്ലി ചാർജ്ഡ് തെറ്റാണ്. ബിക്കോസ് പി എൻ ജംഗ്ഷൻ്റെ ടോട്ടൽ ചാർജ് 0 ആണ്. നമുക്കറിയാം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവിടെ പോസിറ്റീവ് അയോൺസോടെ അതിനെ ബാലൻസ് ചെയ്യാൻ കാണും. ഇലക്ട്രോൺസ് എക്സസ് ഉണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും പോസിറ്റീവ് ചാർജുള്ള അയോൺസ് അതിനെ ബാലൻസ് ചെയ്യാൻ കാണും, നേരെ തിരിച്ചും. അപ്പോൾ ഇലക്ട്രിക്കൽ ന്യൂട്രലാണ്. നമ്മൾ ഏത് സെമി കണ്ടക്ടർ ഡയോഡ് എടുത്താലും ശരിയാണ്. അപ്പോൾ കറണ്ട് ഈസ് മെയിൻലി ക്യാരിഡ് ബൈ ഇലക്ട്രോൺസ് തെറ്റാണ്. മെറ്റീരിയൽ ഈസ് ഓൾവേസ് പോസിറ്റീവ്ലി ചാർജ്ഡ് തെറ്റാണ്. ഡോപ്പിംഗ് ഈസ് ഡൺ ബൈ പെൻറ്റാവലൻ്റ് മെറ്റീരിയൽ തെറ്റാണ്. പെൻറ്റാവലൻ്റ് ഇമ്പ്യൂരിറ്റി ആകുമ്പോൾ എൻ ടൈപ്പ് ആണ്, അപ്പോൾ നേരെ തിരിച്ചാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് വരിക. അത് റിവേഴ്സ് ബയാസിംഗ് ഇൻ എ പി എൻ ജംഗ്ഷൻ ഡയോഡ് decreases the potential barrier, increases the potential barrier, increases number of minority charge carriers, increases number of majority charge carriers. നമുക്കറിയാം റിവേഴ്സ് ബയാസിങ്ങിൽ എന്നാ സംഭവിക്കുന്നത്, കറണ്ട് ത്രൂ ദി ഡയോഡ് 0 ആണ് ഐഡിയൽ കേസിൽ. അപ്പോൾ തീർച്ചയായിട്ടും പൊട്ടൻഷ്യൽ ബാരിയർ ഇൻക്രീസ് ചെയ്യത്തില്ലേ? പൊട്ടൻഷ്യൽ ബാരിയർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് കറണ്ടിൻ്റെ ഫ്ലോയിനെ ഓപ്പോസ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് കറണ്ട് 0 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ്, ഇൻക്രീസസ് ദി പൊട്ടൻഷ്യൽ ബാരിയർ. നെക്സ്റ്റ്
41st question. The PN junction diode is used as. PN junction diode application ആണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് വിട്ടുപോയതാണ്. ഒന്ന് an amplifier, an oscillator, a rectifier, a modulator. അപ്പോൾ അതിൻ്റെ ആൻസർ വളരെ സിമ്പിളാണ്. ആംപ്ലിഫയറും ഓസിലേറ്ററും ഒക്കെ ആയിട്ട് നമ്മൾ ട്രാൻസിസ്റ്റേഴ്സിനെയാണ് യൂസ് ചെയ്യുന്നത്. ജംഗ്ഷൻ ഡയോഡാണ്. അപ്പോൾ അവിടെ അപ്പുറത്ത് കിടപ്പുണ്ടല്ലേ, ഓപ്ഷൻ അപ്പുറത്തുണ്ട്. റെക്ടിഫയർ ആൻഡ് മോഡുലേറ്റർ. ഇപ്പോൾ മോഡുലേറ്റർ നമുക്കറിയാം, മോഡുലേഷനിൽ ഉപയോഗിക്കുന്ന ഡിവൈസാണ്. അവിടെ പി എൻ ജംഗ്ഷൻ ഡയോഡ് അല്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ റെക്ടിഫയർ. ഡയോഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ റെക്ടിഫയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ്. പക്ഷേ 42ാമത്തെ ചോദ്യം. ടു ഗെറ്റ് an output 1 from the circuit shown in figure, the input must be. അപ്പോൾ നമ്മളതിൻ്റെ ഇക്വേഷൻ ഒന്ന് എഴുതിയാൽ ഇത് എ, ഇത് ബി, ഇതൊരു ഓർ ഗേറ്റ് അല്ലേ. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ ഓർ ബി വരും. ഇവിടെ നമുക്ക് സി വരും. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുമ്പം y ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി, ഇവിടെ ബാറിൽ കേട്ടോ, എ ഓർ ബി. എയും ബിയും കൂടെ ഓർ ചെയ്തു. അപ്പോൾ ഈ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എ ഓർ ബി വരും. അത് എ പ്ലസ് ബി എന്നാണ് എഴുതുന്നത്, പക്ഷെ അത് എ ഓർ ബി എന്നാണ് വായിക്കുന്നത്, നമുക്കറിയാം. അതിൻ്റെ കൂട്ടത്തിൽ സി ആൻഡ് ചെയ്തു. അപ്പോൾ വൈ എന്ന് പറയുന്നത് എ പ്ലസ് ബി ആണ് ഒരു ഇൻപുട്ട്, സി ആണ് ഒരു ഇൻപുട്ട്, അത് രണ്ടും കൂടെ ആൻഡ് ആണ്. അപ്പോൾ എ പ്ലസ് ബി ഡോട്ട് സി എന്ന് എഴുതാം. അപ്പോൾ എ പ്ലസ് ബി ആൻഡ് സി വരും, അല്ലെങ്കിൽ എ ഓർ ബി ആൻഡ് സി വരും. ഇൻപുട്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഔട്ട്പുട്ട് എത്രയാ? 1. ഔട്ട്പുട്ട് 1 വരണമെങ്കിൽ നമുക്കറിയാം സി ഷുഡ് ബി 1, ശരിയല്ലേ? കാരണം എ ഓർ ബി 1 ആണെങ്കിലും 0 ആണെങ്കിലും അതുമായിട്ട് ഒരാളെ ഡോട്ട് ചെയ്താൽ ആൻഡ് ഗേറ്റിൽ നമുക്ക് ഔട്ട്പുട്ട് ഡിപ്പെൻസ് ഓൺ സി ആണ് വരുന്നത്. ഇത് 1 ആണെങ്കിലും 0 ആണെങ്കിലും സി 0 ആണെങ്കിൽ വൈ 0 വരും, സി 1 ആണെങ്കിൽ 1 വരും. അപ്പോൾ തീർച്ചയായിട്ടും സി 0 എന്നുള്ളതെല്ലാം തെറ്റാണ്. അപ്പോൾ ഇത് തെറ്റായിരിക്കും, ഇത് തെറ്റായിരിക്കും, ഇത് തെറ്റാണ്. കാരണം ആൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ ആലോചിക്കേണ്ട ആവശ്യമില്ല, ഔട്ട്പുട്ട് 0 ആയിരിക്കും. അപ്പോൾ പിന്നെ പോസിബിലിറ്റി ഏതേ ഉള്ളൂ, എ ഈസ് ഈക്വൽ ടു 1, ബി ഈസ് ഈക്വൽ ടു 0, സി ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എ 1 വരും, ബി 0 വരും, അപ്പോൾ എ ഓർ ബി 1 വരും, ആൻഡ് സി 1 വരും. അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? കിട്ടാൻ ഔട്ട്പുട്ട് കിട്ടും. മനസ്സിലായാലും സിമ്പിളാണ്. 43ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ലോജിക് ഗേറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി ഫോളോവിങ് കോമ്പിനേഷൻ ഓഫ് ലോജിക് ഗേറ്റ്സ്? നമ്മളതിൻ്റെ ഒന്ന് ഇക്വേഷൻ എഴുതി നോക്കിയാൽ ഇത് എ, ഇത് ബി, അപ്പോൾ ഇത് എ ബാർ, ഇത് ബി ബാർ. അപ്പോൾ വൈ കണ്ടുപിടിക്കണം. വൈ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഈ ഗേറ്റ് എടുക്കുവാണെങ്കിൽ അത് ഓർ ഗേറ്റ് ആണ്. ഓർ ഗേറ്റ് നമ്മൾ എടുക്കുമായിരുന്നെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു എ ബാർ ഓർ ബി ബാർ വരും. അവിടെ കൊണ്ട് തീർന്നോ? ഇല്ല, ഇത് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എ ബാർ ഓർ ബി ബാർ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം. ഇത് നമ്മൾ റീഅറേഞ്ച് ചെയ്താൽ നമുക്കറിയാം എ ആൻഡ് ബി എന്ന് എഴുതാം. കാരണം ഡി മോർഗൻ സീറോ അനുസരിച്ച് ഈ ബാർ കോമൺ ആയിട്ട് എടുത്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബാർ ബാർ വരും, ആൻഡ് ബി ബാർ ബാർ വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോയിട്ട് എ ആൻഡ് ബി എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എ ആൻഡ് ബി വരണമെങ്കിൽ അത് എന്ത് ഗേറ്റാ? ആൻഡ് ഗേറ്റാ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ് വരുന്നത്, ആൻഡ് ഗേറ്റ് വരും. മനസ്സിലായല്ലോ? അവിടെ 44ാം ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ? ശ്രദ്ധിച്ചോണ്ട് നമുക്ക് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് അല്ല, പിന്നെ എന്തുവാ? ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ്, ദ റെസിസ്റ്റൻസ് ഓഫ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. അത് ശരിയാണ്, നമുക്കറിയാം. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ കൂടുതൽ ഇലക്ട്രോൺസ് ബാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകും. ഫ്രീ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുന്നത് കൊണ്ട് തീർച്ചയായിട്ടും റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മുടെ ആൻസർ വരത്തില്ല. ഡോപ്പിംഗ് പ്യുവർ സിലിക്കൺ വിത്ത് ട്രൈവലൻ്റ് ഇമ്പ്യൂരിറ്റീസ് ഈ പി ടൈപ്പ് സെമി കണ്ടക്ടർ. അത് ശരിയാ. സിലിക്കൺ ട്രൈവലൻ്റ് ഇമ്പ്യൂരിറ്റീസുമായിട്ടാണെങ്കിൽ പി ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടും. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ വരത്തില്ല, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ദി മജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആർ ഹോൾസ്. ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. മജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എത്രയാ? ഇലക്ട്രോൺസാണ്. പക്ഷെ ഇവിടെ ഹോൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് ഓട്ടോമാറ്റിക്കലി തെറ്റായിട്ട് വരുന്നത്. അത് പി എൻ ജംഗ്ഷൻ ക്യാൻ ആക്ട് ആസ് എ സെമി കണ്ടക്ടർ ഡയോഡ്. അപ്പോൾ അത് ശരിയാണ്, നമുക്കറിയാം. പി എൻ ജംഗ്ഷനെ നമുക്ക് സെമി കണ്ടക്ടർ ഡയോഡൊക്കെ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻസർ തെറ്റായിട്ടുള്ളത് ഏതാ? ഓപ്ഷൻ 3 ആണ് വരുന്നത്.
ഇപ്പോൾ 45th ക്വസ്റ്റ്യനിലേക്ക് പോകാം. സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഫോട്ടോഡയോഡ്. ഒക്കെ നമുക്കറിയാം, ഫോട്ടോഡയോഡ് റിവേഴ്സ് ബയസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് ഡിപ്ലീഷൻ ലെയറിൽ ഫ്രീ ഇലക്ട്രോൺസ് ഫോം ചെയ്യും. ആ ഫ്രീ ചാർജ് കാരിയേഴ്സിൻ്റെ പ്രസൻസ് മൂലമാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ആൻസർ ഓപ്ഷൻ 3 ആവുന്നത്. ഫോട്ടോഡയോഡിൽ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ കാണിക്കുന്നു. അപ്പോൾ ഫോട്ടോഡയോഡിൽ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ നോക്കിയിട്ട് അതിനനുസരിച്ച് ആൻസർ എഴുതാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതൊക്കെ സിന്നർ ഡയോഡിൻ്റെയാണ് നമുക്കറിയാം. അപ്പോൾ അത് കൊയാക്സൽ കേബിൾ ഈസ് ഓപ്പറേറ്റഡ് ബിലോ. കൊയാക്സൽ കേബിളിൽ യൂസ് ചെയ്ത ഫ്രീക്വൻസി റേഞ്ച് ഒക്കെ നിങ്ങൾ ഏകദേശം നോക്കി നോക്കുക. നമുക്ക് NCERT ടെക്സ്റ്റിൽ, പഴയ NCERT ടെക്സ്റ്റിൽ നമ്മൾ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ ഓരോന്നിൻ്റെ ഫ്രീക്വൻസി റേഞ്ചുകൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ആൻസർ കോയാക്സൽ കേബിൾ ഈസ് ഓപ്പറേറ്റഡ് ബിലോ 19 GHz എന്ന് കിട്ടും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആണ് വരുന്നത്. അപ്പോൾ 46th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ 3 വരും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലാർജ് ബാൻഡ് വിഡ്ത്ത് ഫോർ ഹയർ ഡാറ്റ റേറ്റ് ഈസ് അച്ചീവ്ഡ് ബൈ യൂസിങ്. ഇപ്പോൾ ലാർജ് ബാൻഡ് വിഡ്ത്ത് വേണം, ഹയർ ഡാറ്റ റേറ്റ് വേണം. ഇപ്പോൾ ലാർജ് ബാൻഡ് വിഡ്ത്ത് വേണമെങ്കിൽ നമുക്കറിയാം ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് ഹൈ ഫ്രീക്വൻസി കാരിയർ വേവ് വേണം, ശരിയാണ്. ലോ ഫ്രീക്വൻസി കാരിയർ വേവ് തെറ്റാണ്. ഹൈ ഫ്രീക്വൻസി ഓഡിയോ വേവ് തെറ്റാണ്. അത് ലോ ഫ്രീക്വൻസി ഓഡിയോ തെറ്റ്. അപ്പോൾ ഹൈ ഫ്രീക്വൻസി കാരിയർ വേവ് ഉണ്ടെങ്കിൽ നമ്മൾ ലാർജ് ഡിസ്റ്റൻസിൽ സിഗ്നൽ ട്രാൻസ്മിഷൻ നടക്കുകയുള്ളൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ് എടുക്കാൻ പറ്റുക. അത് 48th ക്വസ്റ്റ്യൻ. ലെങ്ത് ഓഫ് എ ഹാഫ് വേ ഡൈപോൾ ആൻറ്റിന എന്നാണ് കേട്ടോ. ഹാഫ് വേ ഡൈപോൾ ആൻറ്റിന അത് 30 MHz ഈസ്. അപ്പോൾ നമുക്കറിയാം ആദ്യമേ വേവ് ലെങ്ത് ലാംഡ കണ്ടുപിടിച്ചാൽ അത് C/ν വരും. C 3 × 10⁸. അപ്പോൾ ന്യൂവിൻ്റെ വാല്യൂ ഫ്രീക്വൻസി 30 MHz. അപ്പോൾ 30 × 10⁶ വരും. അപ്പോൾ 1/10 വരും. 10⁸ വരും. അപ്പോൾ 10 വരും അല്ല. അപ്പോൾ 10. അപ്പോൾ ലാംഡ = 10 മീറ്റർ. നമുക്ക് ലെങ്ത് ഓഫ് എ ഹാഫ് വേ ഡൈപോൾ ആൻറ്റിന എന്നാണ്. ഡൈപോൾ ആൻറ്റിനയുടെ ലെങ്ത് നമുക്കറിയാം ഹാഫ് വേ ആകുമ്പം ലെങ്ത് D = λ/2 വരും. ദാറ്റ് ഈസ് = 50 മീറ്റർ വരും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ് വരുന്നത്, 50 മീറ്റർ. മനസ്സിലായല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 49th ക്വസ്റ്റ്യൻ. ഫേഡിങ് ഈസ് വേരിയേഷൻ ഇൻ ദ സ്ട്രെങ്ത് ഓഫ് എ സിഗ്നൽ അറ്റ് എ റിസീവർ ഡ്യൂ ടു. ഇങ്ങനെ ഫേഡിങ് എന്ന് പറയുന്ന ഡിഫറെൻറ്റ് സിഗ്നൽസ് ഓഫ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ഉണ്ടെങ്കിൽ അത് സൂപ്പർ പോസ് ചെയ്തിട്ട് ഇൻറ്റർഫറൻസിൻ്റെ എഫക്റ്റ് മൂലം ഇൻറ്റൻസിറ്റി ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതാണ് ഫേഡിങ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ് വരുന്നത്, ഇൻറ്റർഫറൻസ് ഓഫ് വേവ്സ്. മനസ്സിലായല്ലോ? നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫ്രീക്വൻസീസ് ഇൻ ദി അൾട്രാ ഹൈലൈറ്റ് ഫ്രീക്വൻസി റേഞ്ച് പ്രൊപ്പഗേറ്റ്സ് ബൈ മീൻസ് ഓഫ്. ഇപ്പോൾ ഗ്രൗണ്ട് വേവ്സ് ഒക്കെ നമുക്കറിയാം ലോവർ ഫ്രീക്വൻസീസിലാണ് യൂസ് ചെയ്യുന്നത്. ലെസ് ദാൻ 3 MHz ഒക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് ആൻസർ വരത്തില്ല. അടുത്ത സ്കൈ വേവ് പ്രൊപ്പഗേഷനിൽ നമുക്കറിയാം 30 MHz വരെയൊക്കെയുള്ള ഫ്രീക്വൻസീസ് ആണ് സാധാരണ നമ്മൾ ചോദിക്കുന്നത്. അടുത്ത സ്പേസ് വേവ് ആൻഡ് മൈക്രോവേവ് ലിങ്ക്. അപ്പോൾ നമുക്കറിയാം സ്പേസ് വേവിൽ നമ്മൾ സ്പേസിൽ കൂടെ സിഗ്നൽ ട്രാൻസ്മിഷൻ നടക്കുമ്പം 40 MHz വളരെ ലാർജ് വാല്യൂ സെൻഡ് ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആയിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? സ്പേസ് വേവ്സിലാണ് നമുക്ക് അൾട്രാ ഹൈ ഫ്രീക്വൻസി റേഞ്ചുള്ള സിഗ്നൽസ് ഒക്കെ ട്രാൻസ്മിഷൻ നടത്താൻ പറ്റുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 വരും. അപ്പോൾ കമ്മ്യൂണിക്കേഷനിലെ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ പ്രത്യേകതകൾ ഓർത്തിരിക്കണം. പിന്നെ നമുക്കിവിടെ ഗ്രൗണ്ട് വേവ്, സ്പേസ് വേവ്, സ്കൈ വേവിൻ്റെ ഒക്കെ ബേസിക്കലി ഉള്ള കണ്ടീഷൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്രയ്ക്കാണ് നമുക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.